ലീഗ് സമസ്ത തർക്കത്തിൽ വാർത്താക്കുറിപ്പുമായി സമസ്ത രംഗത്ത് അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും സമസ്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇരു സംഘടനകളും അണികളും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് തകരാറുണ്ടാക്കരുതെന്നും വാർത്താക്കുറിപ്പിൽ വിവരങ്ങളുമായി സോഡൽ കൃഷ്ണ ചിരിയാണ്. സോഡൽ, ഈ സമസ്ത ലീഗ് തർക്കം പുതിയ രൂപത്തിലേക്കും ഭാവത്തിലേക്കും നീങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വിശദീകരണവുമായി സമസ്ത രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വാട്സപ്പ് ചോദ്യാവലി അടക്കം പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വാർത്താക്കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സമസ്ത പറയുന്നത്? പ്രധാനമായി മലപ്പുറം ജില്ലയിലും കോഴിക്കോടുമാണ് സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത്. അത് സമസ്ത ലീഗ് തർക്കം ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയതോടെ മറ്റൊരു മുഖത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പത്രക്കുറിപ്പുമായിട്ട് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. അതായത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KS ഹംസയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് പിന്നീട് ഈ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ വഴിവെച്ചത്. അതായത് ഹംസയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ലീഗ് അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സമസ്തക്കാരനും കൂടിയായിരുന്ന സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് പിന്നീട് LDFിലേക്ക് അദ്ദേഹം വരുന്നതും ഈ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലും ഈ സമസ്തയും അല്ലെങ്കിൽ സമസ്തയുമായുള്ള ബന്ധത്തിനും ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെക്കേണ്ടതാണ്. ഈ KS ഹംസ ഈ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് സംസ്ഥയുടെ പൂർണ്ണ പിന്തുണ തനിക്ക് ലഭിക്കും എന്നുള്ള കാര്യമാണ്. അതിനെ പിൻപറ്റി തന്നെയാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്ന ചോദ്യാവലികളും ഓഡിയോ സന്ദേശങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. കാരണം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സമസ്തയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു വോട്ട് ശതമാനം ഈ സമസ്തയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അതിൽ ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ തീർത്തും സമൂഹ മാധ്യമങ്ങളിൽ വഴി പലതരത്തിലുള്ള പ്രചാരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ വഴി വിളിച്ചു വരെ ഇത്തരത്തിൽ സമസ്തയുടെ കൂട്ടായ്മയുടെ പേരിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് KS ഹംസയ്ക്ക് വേണ്ടിയിട്ട്. അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോൺ കോളുകൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യമുണ്ട്. പ്രധാനമായും ലീഗിനൊരു ഷോക്ക് കൊടുക്കാൻ ഇത്തവണ ഹംസയ്ക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ഒരു അജണ്ടയായി കാട്ടിക്കൊണ്ടിരുന്നത്. അത് തന്നെ ആവർത്തിച്ചുകൊണ്ടാണ് ഹംസയുടെ പ്രതികരണവും വന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു വിശദീകരണവുമായി ഇപ്പോൾ സമസ്ത തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ളത്. ജനറൽ സെക്രട്ടറി K ആലിക്കുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവർ ഈ പത്രക്കുറിപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇരു സംഘടനകളെയും അണികളെയും തമ്മിൽ പ്രത്യേക തകരാറുണ്ടാകരുത് എന്നുള്ള കാര്യം കൂടി ഇതിൽ വ്യക്തമാക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. തെറ്റിദ്ധാരണകൾ പരത്തുന്ന പ്രചാരണങ്ങൾ ഇനി ഒഴിവാക്കണം എന്നുള്ളതും സമസ്ത പുറത്തിറക്കിയിട്ടുള്ള ഈ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്.